ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസാണ്. അതും നല്ല പോഷക ഗുണത്തോടു കൂടിയ ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വെള്ളം ചേർത്ത് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ ഒന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഏകദേശം നല്ല രീതിയിൽ നമ്മളിതിവിടെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒരു പാത്രത്തിലിട്ട് അടച്ച് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി വെക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത മുളകാണ് ഇട്ടത്. ഇനി വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത്. ഇനിയുമാണ് നമ്മുടെ പോഷകമൂല്യമുള്ള ഒരു സാധനം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മുരിങ്ങയിലയാണ് ഇട്ടതിപ്പോൾ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം നമുക്ക് മല്ലിയില എന്തെങ്കിലും ഇതിലിട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല, കാരണം മുരിങ്ങയില എടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ചിക്കൻ മോമോസിനുള്ള സ്റ്റഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറിയ രീതിയിൽ, ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഈ ചിക്കൻ നമുക്ക് ഇതിലിട്ട്, അപ്പോൾ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടുവല്ലോ. ഈ സ്റ്റഫ് നമുക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് ഈ ചിക്കൻ സ്റ്റഫ് വഴറ്റാതെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് മോമോസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് അരമണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ച നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുന്നത് നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിനും ചപ്പാത്തി ഉണ്ടാക്കുന്നതിനും പരത്തുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുക്കുന്നത് വലിയൊരു ഉരുള എടുത്തിട്ട് വലിയൊരു ചപ്പാത്തി വലുപ്പത്തിൽ ഞാനിത് പരത്തിയതിന് ശേഷം ചെറിയ പൂരി വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുക്കാനാണ് പോകുന്നത്. നമുക്കത് പാത്രങ്ങളുടെയൊക്കെ അടപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ മുറിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് മുറിക്കുന്നത്. ഇതൊരു ഡബ്ബയുടെ അടപ്പ് വെച്ചിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൂരി വലുപ്പത്തിൽ ഇങ്ങനെ ഇത് മുറിച്ചെടുക്കാം ഓരോ പീസും. ഒരുപാട് കനം കുറയാനും പാടില്ല, ഒരുപാട് കട്ടി കൂടാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒക്കെ മുറിച്ചിട്ട് ആവശ്യത്തിനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റഫ് തയ്യാറാക്കി വെച്ചതിന് ആവശ്യമായിട്ടുള്ള പൂരി വലുപ്പത്തിൽ നമുക്ക് ഇതേപോലെ പരത്തി ആവശ്യത്തിനെടുക്കാം. ഇനി നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്റ്റീമറിലേക്ക് നമുക്കിത് ഓരോ പൂരി വലുപ്പത്തിലുള്ള മാവും നമുക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റഫ് ഇതിലേക്ക് നിറച്ച് ഇതേപോലെ ഈ ഷേപ്പിൽ ആണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ഈ ഷേപ്പിലാണ് മോമോസ് എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, അതായത് മോഡലിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇത് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോ അറ്റത്തു നിന്ന് തുടങ്ങി ഇങ്ങനെ, കണ്ടില്ലേ? ഇനി നമുക്കിത് എല്ലാം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം നെയ്യ്, ഓയിൽ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കുക. ഈ സ്റ്റീമറിനകത്തിൽ നമുക്ക് ഇഡലിത്തട്ടുണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യാണ് ഇപ്പോൾ ഞാൻ പുരട്ടി കൊടുക്കുന്നത്. ഓയിലോ നെയ്യോ എന്തെങ്കിലും മതി. ഇപ്പം ഞാൻ കുറച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം.
ഇതൊന്ന് ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇനി വേറൊരു ഷേപ്പും കൂടെ ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മുടെ കുക്കീസിൻ്റെയൊക്കെ കട്ടറിലെ അത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഷേപ്പിൽ മുറിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ഞാനൊന്ന് കുറച്ച് മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയും കൂടെ കാണിക്കാം. അപ്പോൾ അതേപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മളുടെ ചിക്കൻ അതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒന്നും കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ഷേപ്പിലുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ഫോർക്ക് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക. അപ്പോൾ ഇതാ മറ്റൊരു ഡിസൈൻ നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് വേറെ ഏതൊക്കെ ഐഡിയയിൽ വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ ഐഡിയ അനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെയും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റീമറിൽ വെച്ച നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. ബൈ.